ഇന്ന് നമുക്ക് അയല വാഴയിലയിൽ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 1 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ അയല ഫുള്ള് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി എടുക്കുന്നില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നല്ല അടിപൊളി മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇടുന്നുണ്ട്. അതെല്ലാവരും കാണുക. അപ്പം നമുക്ക് അയല നന്നായിട്ട് ക്ലീൻ ചെയ്യാം. സൈഡിൽ നമ്മുടെ പൂച്ചസാറ് വന്നിരിപ്പുണ്ട്. ആൾക്കൊരു മീനൊക്കെ വേണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് അയല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വെട്ടാം. വാഴയില നമുക്ക് ഇത്രയും വലിയ വാഴയിലൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് മുറിച്ചപ്പോൾ അത് വലുതായി പോയതാണ്. ഒരു ചെറിയ വാഴയില മതി. പിന്നെ നമ്മൾ എടുക്കുന്ന മീൻ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അളവിന് നമ്മൾ മുറിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചക്കുരുമുളക്, കറിവേപ്പില. പച്ചക്കുരുമുളക് വേണമെന്ന് നിർബന്ധമില്ല. പച്ചക്കുരുമുളക് നമുക്കിവിടെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. കുരുമുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം മീൻ വറുക്കാൻ വേണ്ടി. മീനിലേക്ക് കുറച്ച് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 5 മിനിറ്റ് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള, ചെറിയുള്ളി, പച്ചമുളക്, പച്ചക്കുരുമുളക് അരച്ചത് എന്നിവയിട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഈ കൂടെ ഇടുക. എന്നിട്ട് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടുക. വഴട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ഇടാം, ലേശം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറച്ച് വിനീഗർ കൂടി ഒഴിക്കാം. ഒഴിച്ച ശേഷം നന്നായി ഒന്ന് വഴണ്ട് ഈ ഒരു പരുവമാകുമ്പോഴത്തേന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമ്മൾ വാട്ടി വെച്ച വാഴയിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച മീൻ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി ഇതിലേക്ക് വെക്കാം. ഞാനിപ്പോൾ 3 മീനാണ് ഇതിൽ വയ്ക്കുന്നത്. വലിയ മീനാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് വെച്ചാൽ മതി. ഇതിന് മുകളിലും കുറച്ച് മസാലയൊക്കെ വെച്ച് വാഴയില നന്നായി പൊതിഞ്ഞു. അത് നമ്മൾ മസാല ഉണ്ടാക്കി അതേ പാനിൽ കുറച്ച് എണ്ണ കാണും. ആ എണ്ണയിലേക്ക് വെച്ച് മറിച്ചും തിരിച്ചുവിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച അയല റെഡിയായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.